എനിക്ക് പറയാനുള്ളൂ, മനസ്സിലായ? പിന്നെ ഇതിന്റെ വേറൊരു കേസും കൂടെ പറഞ്ഞുതരാം കേസ്. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ മണവാളൻ എന്ന് പറയുന്ന ഈ പുള്ളി എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിതിനെ റിയാക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവന്മാരെ പോലെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ വിളിച്ച് ബോക്സിംഗ് റിങ്ങിൽ അടിയുണ്ടാക്കാൻ പോകണം. എൻ്റെ പ്രൊഫഷൻ അതല്ല. എൻ്റെ പ്രൊഫഷൻ അതല്ല. പുള്ളി ചിലപ്പോൾ MMA ഫൈറ്ററൊക്കെ ആയിരിക്കും. എനിക്ക് എൻ്റെ പ്രൊഫഷനും എൻ്റെ ഇതൊന്നും അതൊന്നും അല്ല. എനിക്ക് അതിന് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നത്തെ എൻ്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലായ? എന്ന് കരുതി ബോക്സിംഗ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വാടച്ചിരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല, മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പുള്ളി തന്നെ എന്നോട് ഫോണിൽ പറഞ്ഞായിരുന്നു, അത് നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന ഒരുത്തൻ്റെ തെറ്റാണ്, അവനാണ് വാണം എന്നൊക്കെ വിളിച്ചത്, അത് നമ്മുടെ കൂട്ടത്തിലുള്ള അവൻ്റെ തെറ്റാണ്, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് നിക്കോൺ അതെവിടെ എവിടെ അയച്ചായിരുന്നോ? കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം മുമ്പ് ഞാൻ ഈ മാറ്റർ സംസാരിക്കേണ്ട വിടാന്ന് പറഞ്ഞ് ഇരുന്നാണ് കേസ്. അപ്പോ ഇത് പെട്ടെന്ന് ഈഗിളിന് ചുട്ട മറുപടി കൊടുത്ത് അവന്റെ തന്തയോട് മൂഞ്ചാൻ പറ. ഇതാര്? ദാ കൂടിരുന്നവൻ, അവന്മാർ രണ്ടുപേരും. ഇവന്മാര് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു മണവാളിനായിട്ട്. ഒരു ലൈവില് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈഗിളിനെ കുറിച്ച് എനിക്ക് ആളെ പേഴ്സണലായിട്ട് അറിയില്ല, ആളെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല. അപ്പൊ വീഡിയോ ക്വാളിറ്റി അതും വളരെ മെല്ലെ എന്റെ വായിലെന്ന് അറിയാതെ വന്നുപോയി. തെറ്റാ നമ്മൾ സമ്മതിക്കും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇത്രേ ഉള്ളോ? വീഡിയോ ക്വാളിറ്റി ഒരു സൈഡ് தான் കേக்குது. ആണോ? അവന്റെ മൈക്കിന് വേറെണ്ണം പ്ലേ ചെയ്ത് നോക്കട്ടെ. അതിന് ഫണ്ണായിട്ട് വെറുതെ നമ്മളൊരു കുറി വിട്ടിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ ഹിന്ദു എന്നല്ല, ഞാനൊരു മുസ്ലിമാണ്. അപ്പോ ഞാൻ ആളെന്ന് വിളിച്ചപ്പോ പേഴ്സണലായിട്ട് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യില്ല. അവനക്ക് എന്നായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺമശിക്കുണ്ടാ, നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായ? സത്യമല്ലേ? അവൻ വേണമെന്ന് വിളിച്ചത് സിംപ്ലിഫൈ ചെയ്ത ആള്, നോർമലൈസ് ചെയ്ത് അതങ്ങ് സിംപ്ലിഫൈ ചെയ്തതങ്ങ് അത് ഞാൻ വേണമെന്ന് വിളിച്ചത് എന്റെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് തോണ്ടാനിരിക്കണം. ഇപ്പൊ എന്നെ കഴിവറ മോനെ, നീ വീട്ടിൽ പോയി നിന്റെ തന്തയോ. ബ്രോ ഈ സാധനം വെക്കുമ്പോഴേ ഇത് ഇപ്പൊ സ്ട്രീമിങ്ങിലോട്ട് വന്നോണ്ടുള്ള അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി ബ്രോ. ഇത് സെറ്റുമ്പോൾ ഇതിനകത്ത് മോണോ സ്റ്റീരിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മോണോ ഇതാക്കണം. ഇപ്പൊ ഇത് മോണോയിലെ കിടക്കണം, സ്റ്റീരിയോ ആക്കണം, എന്നാലേ ഈ രണ്ട് സൈഡ് ശബ്ദം കേൾക്കത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ കണ്ടില്ല, ഇതാണ് എന്നെ പറഞ്ഞാൽ മതി. കൺമശി രണ്ട് സൈഡ് സൗണ്ട് കേൾക്കാം, മനസ്സിലായത്? ഒരു സ്ട്രീമിങ്ങിലേക്ക് വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ കൂട്ടിയാൽ മതി. നീ നാളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ. വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? നീ എന്നെ വിളിക്കുന്നത് പോലെ തന്നെ തിരിച്ചു വിളിക്കണോ ബാക്കിയുള്ളവരും? അല്ല, നീ പറയണത് പോലെ തിരിച്ചു പറയണോ ഞങ്ങളെല്ലാരും? ഞാൻ നിങ്ങളുടെ ചോദിച്ചത്, ഇവൻ പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പട്ടി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ചില്ലറ കഴയല്ല അവന്റെ. അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ, എനിക്ക് എന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് കരിവേപ്പില വെച്ച് സാധനം ഉണ്ടായിരുന്നല്ലോ പണ്ട് കഴിച്ച്, ഈ തെറി വിളിക്കണവന്മാര് മാത്രമായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. അധികം വിട്ട കേസാണ്, മനസ്സിലായ? ഇത് നീ പഴയതൊന്നും അടിച്ചു നോക്കിയാൽ മതി. ഒരു ഇതിലും വലിയ റാപ്പുകളൊക്കെ കേൾപ്പിച്ചു തരാൻ. പിന്നെ ഇപ്പൊ എന്റെ ഓഡിയൻസ് കുറച്ച് പേര് ഫാമിലി ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പാട്ടൊന്നും പാടുന്നില്ല. ഈ എത്ര വലിയ പുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണയാലേക്ക് ഒരു മരുമില്ല, മനസ്സിലായില്ലേ? ഞാൻ എക്കാ വിളിച്ചിട്ടുള്ളത് നായിന്റെ മോനെ. ആണോ? കൊലയാടി മോനെ. ഏതടിന്ന് പറയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്. നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ആരാ വിളിച്ചേ? നീ ഒന്ന് ചോദിച്ചു നോക്കിയേ ആരാ വിളിച്ചെന്ന് എന്റെ ഫോണില്. കാണിച്ചു കൊടുക്കട്ടെ? അല്ലല്ല, കാണിക്കാം കൊടുക്കാം. അല്ല, ഞാൻ വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ടെന്നോ? ഉറങ്ങിക്കിടന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിച്ചിട്ടെ. മണവാളൻ മെസ്സേജ് വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ട്.
ഭയങ്കര ഭയങ്കര വലിയവനാ നീ. ദേ മണവാൾ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോൾ 2 വട്ടം വിളിച്ചു, ഞാൻ എടുത്തു, സംസാരിച്ചു. ബ്രോ പറയുമ്പോ എല്ലാം പറയണ്ടേ, ആരാ വിളിച്ചത്, ആരാ ഇതാക്കിയെന്നൊക്കെ കാണണ്ടേ, മനസ്സിലായ? സമ്മതിച്ചു, എനിക്കൊരു മരുമില്ല. നീ എന്ത് കൊണ്ടതിന് എനിക്കൊരു മരുമില്ല. ഞാൻ നിന്റെ അടുത്ത് വയല അറിയാം അതൊരു വേണം എന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ സോറി ഞാൻ ക്ഷമ ചോദിക്കാനുണ്ട്, എനിക്ക് ഈ മരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. സോറി വെക്കാൻ റെഡി ആയിരുന്നു. അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ. അപ്പൊ ഞാൻ ബ്രോ എന്റെ അറിയാതെ വേണമെന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞില്ലേ പ്രശ്നം? കഴിഞ്ഞില്ലേ? പ്രശ്നം ഞാൻ എന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ആവശ്യം എന്താ? പൂറി മോനെ, നീ ആരാന്ന് വെച്ചിട്ട് നിന്റെ കാര്യം കണ്ണാടി പൂറി മോന്റെ എന്ത് കണ്ണാടി? ആവശ്യം എന്താ? പൂറി മോനെ, നീ ആരാന്ന് വെച്ചിട്ട് നിന്റെ കാര്യം പോലെ കണ്ണാടി പൂറി മോന്റെ ഗ്ലാസും വെറ്റിലെ പൂറ റിയാക്ഷൻ കണ്ട കുറെ ആൾക്കാരുണ്ട്. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഒന്നും പറയല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഒരു ആണെന്ന് വിളിച്ചു, അതിന് അവനങ്ങ് കയറി കൊണച്ചു. നീ ആരാ? സിമ്പിൾ ആയിട്ട് ഞാൻ വാണെന്ന് വിളിച്ച് അതിനകത്ത് കുറച്ചെന്നേ. പിന്നെ എനിക്ക് എത്ര ഫാൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? മൈര അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആര് ചോദിച്ചു? നിന്റെ അടുത്ത് ചോദിച്ചോ? നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോ? ഒന്ന് ഇതാക്കി കാണിച്ചു കൊടുത്തേ ഒന്ന്. പൂറി മോനെ, പിന്നെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആദ്യം ഒരു വീഡിയോ നമുക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ, അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ റിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അതിൽ ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട്, മീഡിയ മൊത്തം ഉണ്ട്. അതിനെ കുറിച്ച് അവൻ എന്തോ പറയുന്നുണ്ട്. എന്താ സ്ട്രീമിങ് ഇപ്പൊ എല്ലാവരും സ്ട്രീമിംഗ് ആയി 4-5 പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. 4-5 പെണ്ണുങ്ങളെന്നൊന്നും ഞാൻ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. എടാ അത് എന്തേലും കുറ്റപ്പെടുത്ത് വേടാ. വീഡിയോ PO ഇടുമ്പോ എന്തേലൊക്കെ കുത്തി പറയണ്ടേടാ, എന്തെങ്കിലുമൊക്കെ കുത്തി പറയണ്ടേടാ. ഒരു വീഡിയോ അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്തത്. അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണത് വേണം എന്ന് പറയുന്ന സംഭവം അറിയാതെ നീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ കൂടെ നീ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ നീ ഡെയിലി ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന ഒരാള് നീ ഇവിടെ പോയിട്ട് വാണം ചേട്ടാ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ പുള്ളി അത് നിന്റെ മൂക്കൗണ്ട് അടിച്ച് പൊട്ടിക്കുവോ അതോ അതും കേട്ടോണ്ട് നിന്നെ മറ്റേ ഇതാക്കുവോ? വളരെ സൈഡിൽ കൂടെ മൈക്കിലൊന്നും കേൾക്കാതെ വാണം എന്ന് പറഞ്ഞു പോയെന്ന്. എന്തൊരു എക്സ്ക്യൂസ് ആണോ വാണമേ? വന്നു പോയതോ? ഓക്കെ, അത് ഞാൻ സോറി ചോദിക്കാനോ ഓക്കെയാണ്, ഞാൻ ക്ഷമ ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ തെറി വിളിക്കാനോ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ. ഞാൻ അതിന് കയറി വന്നിരുന്നിട്ട് എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം പൂറി മോനെ നീ ആരാമാരാ ഓക്രിത്തരം കാണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. അതാദ്യം മനസ്സിലാക്ക്, അതാദ്യം നീ മനസ്സിലാക്കുക. അത് നീ നന്നായാൽ തന്നെ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ടി വരില്ല. നീ നന്നാവാത്തതാണ് പ്രശ്നം. നീ ഇങ്ങനെ നാട്ടിലൊക്കെ പോയി അനാവശ്യ വള്ളിയൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. മനസ്സിലായ? വേറൊന്നുമല്ല പ്രശ്നം, ഇതുകൊണ്ടാണ് കേൾക്കേണ്ടി വരുന്നേ. അത് നീ എന്താ ആലോചിക്കാത്ത മച്ചാനെ? അതും കൂടെ നീ അത് കൺസിഡറേഷനിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. അതൊന്ന് കൺസിഡറേഷനിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. എനിക്കറിയാം നീ ലൈവ് ഇടുന്ന് കാണുന്നുണ്ടെന്ന് കൊച്ചു കള്ളൻ. അവനോട് ഉണ്ടാവും. ലാസ്റ്റിലെ എല്ലാം ട്രിഗേർഡ് ആക്കി ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അച്ഛനോടുള്ള സ്നേഹം വിക്ടിം കാർഡായിട്ട് കൊണ്ടുവന്നു. അൾട്ടിമേറ്റ് സാധനം. നിങ്ങൾ ഫാൻസർ വിചാരിച്ചു എനിക്ക് ഫാൻസർ എത്ര പേരുണ്ട് നീ അവരുടെ അടുത്ത് പോയി ചോദിക്കും. എന്റെ ഫാൻസറെ അടുത്ത് ചോദിക്കും. നമ്മള് ആണുങ്ങൾ തമ്മിൽ തീർക്കാം. വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ തന്തക്കോ എന്റെ വീട്ടുകാർക്കോ ആർക്കും വിളിക്കാൻ ഞാൻ പോയിട്ടില്ല. നീയൊക്കെ പഠിപ്പിക്കണ പോലെ ഞാൻ തിരിച്ചു പറയണോടാ. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യണോ? ഇപ്പൊ നീ അതാ പറഞ്ഞ നീയൊക്കെ പറയണ രീതി ഞാൻ റിയാക്ട് ചെയ്യണോ? ശരി அங்கிள் என்ன தப்பா பேசுறாங்க, எங்க அப்பாவை தப்பா பேசுறாங்க. സ്കൂൾ പസങ്ങ മാതിരി പേസിട്ട് നീ ചെയ്തു എനിക്ക് കുഴപ്പമുള്ളതല്ല, മനസ്സിലായില്ലേ? പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ തന്തക്കോ മരുന്ന് വിളിക്കരുത്. വിളിക്കാൻ നിൽക്കണ്ട പൂറി മോനെ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നീ ബാക്കി എന്താ വെച്ച് ചെയ്, ആയിക്കോട്ടെ. ശരി അച്ചിലോക്കി കുറിതൊട്ടമാണവേ. അവര് ആണുങ്ങളുടെ എന്തൊരു കേസ് പറഞ്ഞല്ലേ, ഞാൻ ഡിസ്കോഡിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കാവോ? വൈറ്റി ട്രോളില് എന്തോ ആണുങ്ങളുടെ എന്തൊരു കാര്യം പറഞ്ഞായിരുന്നു, അതും കൂടി ഒന്ന് കണ്ടിട്ട്. അതും കാണാനല്ല, അപ്പം എല്ലാം കാണാനല്ല.
നീ എങ്ങനെ ഇത്രയും വലിയ തുക എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടെ ചെയ്യും. ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറുന്ന പോണം. ഞാനില്ലേടാ. അയ്യോ ശിഖണ്ഡികള് രമേശ, ഞാൻ പലരും നട്ടറാ. അരഹര മഹാരാജ്. കാശില്ലേ ഞാൻ തന്നെ ഇടാം. ഇനിയിപ്പോ നമുക്ക് മൂടൂടെ പോയാ സോറി പറഞ്ഞിട്ട് പോവാളിയാ. ഇനി കാര്യമില്ല. ഇനി സോറി പറഞ്ഞിട്ട് പോവാ. ഇനി കാര്യമില്ലല്ലേ? സത്യമായിട്ട് റിപ്ലൈ പറയാനുള്ള മൂടൂടെ പോയി എനിക്ക് സത്യം പറയാലോ. പക്ഷെ ഞാനൊരു മാസത്തിലൊക്കെ വന്നതായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ മച്ചാനെ, എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവും കാര്യങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിലെ ED ബോക്സിങ് അതൊക്കെ ആയിട്ട് പോയാൽ പോരെ? നമ്മളുടെ ഫീൽഡിൽ അല്ല എന്തിനാ അല്ല എനിക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യമില്ല എനിക്ക് ഇതിനകത്തൊന്നും. പിന്നെ ഇത്രയും അപരാധം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് വന്ന് പറഞ്ഞത്. മനസ്സിലായ? കമന്റ്സ് നോക്ക്. അയ്യോ കമന്റ് വേണ്ട അതൊന്നും കാണണ്ട. എന്തിനാ ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് ഈ ഇതെന്ത് മറ്റേ എന്ത് ഗ്യാങ്ങിന്റെ പേരെന്താ? PSG ഇവരുടെ ഗ്യാങ്ങിന്റെ പേരെന്തുവാ? എം സ്ക്വാഡ്. എനിക്ക് ഈ PSG ആയിട്ടും എം സ്ക്വാഡുമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങളുമായിട്ടൊന്നും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്ട്രീം ചെയ്ത് പൊക്കോ. എന്റെ ഇത്രേ കാര്യമുള്ളൂ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതി അതാണ്. നിങ്ങൾക്ക് സ്ട്രീമർ ആയിട്ടൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് ഫോളോ അപ്പ് ചെയ്ത് ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നിന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ മച്ചാനെ. ഇന്ന് മറ്റവൻ എന്നെ ഉച്ചയ്ക്ക് വിളിച്ച് ഇത് മര്യാദയ്ക്ക് സോൾവ് ചെയ്തതാ, ഇത് മര്യാദയ്ക്ക് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് നിർത്തിയതാ. ഞാൻ ഇന്ന് ലൈവിൽ പോലും ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു. സത്യം പറയാം, ഇന്ന് ലൈവിൽ പോലും ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ താല്പര്യം ഇല്ലായിരുന്നു ഇതിനകത്തോട്ട്. ഇത് രാവിലെ തൊട്ട് ഞാൻ രാവിലെ ഉറക്കം എണ്ണീറ്റപ്പോൾ തൊട്ട് എല്ലാ ചാനലിലും മറ്റേ ചർച്ചയൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ മണ്ടന്മാരാകത്തേ ഉള്ളൂ. ഇവന്മാരുടെയൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കുണ്ടാക്കിയാൽ ആർക്ക് പോയി? ഇവൻ ലൈവ് ഇടുമ്പോൾ അവന് റവന്യൂ കിട്ടും, ഞാൻ ലൈവ് ഇടുമ്പോൾ എനിക്ക് റവന്യൂ കിട്ടും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ തെറിയും വിളിച്ച് ചീത്തയും വിളിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ ടൈമാ വേസ്റ്റ് ആവണേ. ഗ്രോ അപ്പ്. സീരിയസ് ആയിട്ട് ഞാൻ പറയുക, ഗ്രോ അപ്പ്. ഇതിങ്ങനെ വരും. നമ്മളൊരു സൈഡിൽ ഒരു എന്റർടൈൻമെന്റ് ഓഡിയൻസിനെ എടുക്കുന്ന സമയത്ത് ലൈക്ക് ഈ ഇവരല്ലേ ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നുള്ള ഒരു സാധനം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ ഗൈസ്? അതായത് ടോപ്പിൽ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നല്ല എക്സ്പോഷറിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഈ പറയണത് പോലെ അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ ചൊറിഞ്ഞാൽ ഇത് ലിറ്ററലി എൻ്റെ അടുത്ത് പുള്ളി ഇന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊരു റേജ് ബെയ്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. കറക്റ്റ് ഞാൻ ആ ബെയ്റ്റിൽ കൊത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ കിടക്കുമ്പോൾ പോലും ഞാൻ ഇതൊരു റേജ് ബെയ്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഞാൻ അതിനകത്ത് കറക്റ്റ് പോയി കൊത്തി കൊടുത്ത്. ഞാൻ ഇന്നലെ എൻ്റെ വൈഫിനോട് പറയായിരുന്നു വേണ്ടായിരുന്നു, എന്തിനാ സംബന്ധിച്ച് അവോയ്ഡ് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് അവരെന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയൂലായിരുന്നു ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ ആ കോളിൽ തന്നെ ഉണ്ട് ഗൈസ്. നിങ്ങൾ ആ കോളിൽ നോക്കിയാൽ മനസ്സിലാവും. ആ കോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവരോട് പറഞ്ഞ് ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല മണവാള, ഞാൻ ഇവിടെ നിർത്തി, എനിക്ക് ഇതൊന്നുമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതായിക്കോ എന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. മനസ്സിലായ? അവിടെ പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി കുറച്ച് മുമ്പ് ഈ വീഡിയോ ഇട്ട് 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിയെ കോൾ വിളിക്കുന്നത്, ഞാൻ ലൈവ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളി എന്നെ കോൾ വിളിക്കുന്നത് ഉച്ചയ്ക്ക് 14-12 സോ ഇഷ്യൂ വൾഗറാക്കാനും ഇതാക്കാനും താല്പര്യമുള്ളവരാരാണെന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇവൻ ഇനി എന്തോ വേണാ ചെയ്തോട്ടെ, എനിക്ക് ഇതിനകത്ത് ജീവിതം കളയാൻ താല്പര്യമില്ല. നാളെ ഇൻസ്റ്റാഗ്രാം അല്ല, എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഇതിനകത്തും ഇങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള വ്യൂസ് ഓഡിയൻസും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇത് ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാ. ഈ എന്താ പറയാ, ഇങ്ങനെ കോണ്ടന്റ് ഇട്ടാ ബ്രോ ഇപ്പൊ എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്കെതിരെ തെറി വിളിക്കാനും കുറച്ച് ആൾക്കാർ വരുമായിരിക്കും. ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. വളരെ കുറച്ച് ദിവസം മാത്രം. ഞാനിപ്പം നാളെ നിനക്ക് ഒരു പട്ടി മൈൻഡ് പോലും ഞാൻ തരാതിരുന്ന എന്റെ ലൈവ് കാണുന്ന ഓഡിയൻസ് അവിടെ വരുന്നത് നിൽക്കും. മനസ്സിലായോ? അൺടിൽ നീ ഏതെങ്കിലും ഒരുത്തന്റെ സാമാനത്തിൽ പോയി വെറുതെ ഇങ്ങനെ ചൊറിയുന്നത് വരെ. അപ്പൊ അവരുടെ ആൾക്കാർ വരും. ഇതായിരിക്കും സംഭവിക്കാൻ പോകണം. ഇതല്ല മച്ചാനെ സോഷ്യൽ മീഡിയ മെക്കാനിസം. സോ നമ്മൾ പോസിറ്റീവ് എക്സ്പോഷറും നെഗറ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തിരിച്ചറിയാനുള്ളൊരു ബോധം വരണം. അത് തിരിച്ചറിയാനുള്ള ബോധം വന്നതിന് ശേഷമേ
ബ്രോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ എനിക്കിതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇത്ര എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗൈസ് ഈ ഇതിനെ പറ്റി. ഏറ്റവും ലാസ്റ്റിൽ എൻ്റെ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കണത് ഏറ്റവും ശോകകരമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ നീ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ കാണണമെന്നോ ഇതാക്കണമെന്നോ ഒക്കെ പറയണതൊക്കെ ഉണ്ടായിരുന്നു. ബോക്സിംഗ് ഒക്കെ റിങ്ങിൽ മനസ്സിലായോ? ബോക്സിംഗ് ഒക്കെ റിങ്ങിലും മറ്റേ ഇതിലൊക്കെ അതിനകത്ത് പോയി മറ്റേ ഫെഡറേഷനിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിന്നെ മറ്റേ 1v1 അടിച്ചിട്ട് എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എൻ്റെ വീട് ഇവിടെ പത്തനംതിട്ട തന്നെയാണ്. ഞാൻ മറ്റേ 100 പേരെ ഒന്നും വിളിച്ച് നിന്നെ തല്ലാനൊന്നും വരത്തില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? അതിൽ കൂടുതൽ വരുന്നില്ല. പിന്നെ നമ്മളെവിടെ തൃശ്ശൂരാണ് സ്ഥലമെങ്കിൽ തൃശ്ശൂർ പരിപാടികൾക്കൊക്കെ വരാറുണ്ട്. എനിക്ക് ഇവിടെ വന്നിരുന്ന് കൊണ പറയൽ മാത്രമല്ല എൻ്റെ ജോലി. എനിക്ക് നല്ലൊരു ബാൻഡുണ്ട്, ആ ബാൻഡിൽ കോൺസേർട്ട്സ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലും തൃശ്ശൂർ ഒരു കോളേജിൽ വന്നതേ ഉള്ളൂ. ഇനി എപ്പോഴും തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടെന്ന് സ്റ്റോറി കാണുന്ന സമയത്ത് ബ്രോ എന്നെ വിളിച്ചാൽ മതി. മണവാളൻ ഓൾറെഡി എന്നെ വിളിച്ചാണല്ലോ, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടേക്കുക. അതുകൊണ്ട് വേണമെങ്കിൽ നമ്പറും തരാം. ആ സമയത്ത് അവിടെ എങ്ങനെ വരുന്ന സമയത്ത് വിളിച്ചാൽ അവിടെ വന്നിരുന്ന് കാണാം. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രോ, മനസ്സിലായ? അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ വേറെ നിൻ്റെയൊക്കെ ഓൺലൈൻ റേജ് വെയിറ്റിന് ഡെയിലി ഇരുന്ന് കുരയ്ക്കാൻ പറ്റത്തില്ല, മനസ്സിലായി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വന്ന് ചോദിക്കുക, സംസാരിക്കുക. നീ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നല്ലോ, ആമ്പിള്ളാരെ പോലെ. ആ സാധനം എനിക്ക് പറയുള്ളൂ. ആമ്പിള്ളാരെ പോലെ നേരെ വന്ന് നേർക്ക് നേരെ ചോദിക്കുക. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല, മനസ്സിലായോ? പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ലെന്നൊന്നും ആരും പറയത്തില്ല. ഞാൻ ഉച്ചയ്ക്ക് എണ്ണിക്കത്തുള്ളൂ. ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വരണം. എന്തെങ്കിലും അങ്ങനെ വല്ലതും വരും ബ്രോയ്ക്ക് വല്ല താല്പര്യമോ മറ്റേ റിങ്ങിലോട്ട് കൊണ്ടുപോകാനോ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരണം. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എണ്ണിക്കത്തുള്ളൂ. പിന്നെ ഗേറ്റിൻ്റെ അവിടെ വീരു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡോഗ് ഉണ്ട്. അവനെ കാണുമ്പോൾ കുറച്ച് ഭീമാകാരനായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആള് പാവാ. നേരെ ഗേറ്റ് തുറന്ന് കയറി വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ. മനസ്സിലായി? വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല. പാവം പഠിച്ചതാണ്. വേറൊന്നുണ്ട്, അത് കടിക്കും, അത് നോക്കി. പിന്നെ ബ്രോ നിങ്ങളുടെ ഈ ബോക്സിംഗ് പരിപാടിയൊക്കെ നിങ്ങൾ മറ്റേ PSG എം സ്കോഡും തമ്മിലാക്കിക്കോ. എനിക്ക് അതിന് താല്പര്യമില്ല ബ്രോ. എനിക്ക് അതിനൊന്നും ഒരു താല്പര്യവും ഇല്ല, മനസ്സിലായോ? ചാപ്റ്റർ ക്ലോസ്ഡ്. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങ് റിയാക്ട് ചെയ്താലേ നമ്മള് മൈൻഡ് ചെയ്യൂല, അതും പറ. അല്ലല്ല, ഇനി അമ്മരെന്തോ വെച്ചാൽ ചെയ്തോട്ടെ, അമ്മരെന്തോ വെച്ചാൽ ചെയ്തോട്ടെ. അല്ല, എനിക്ക് ഡെയിലി ഇതിനു വേണ്ടി ലൈവ് ഇടാൻ താല്പര്യമില്ല, മനസ്സിലായോ? എനിക്ക് ഡെയിലി ഇതിനു വേണ്ടിയിട്ട് ലൈവ് ഇടാനും ഇങ്ങനെ ഇരുന്ന് ലൈവ് ഇടാനും ഇത് പറയാനും താല്പര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മനസ്സിലായോ? ഇല്ല, എന്തോ ചെയ്തോട്ടറാ. നമ്മുടെ സ്ട്രീം ഇവിടെ തന്നെ ഉണ്ടല്ലോ ബ്രോ. എനിക്ക് ഇതിന്റെ അപ്പുറത്ത് മറ്റേ ഈ പറയണ ഊച്ചാളി ഭീഷണി ഒന്നും കേട്ടോണ്ടിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, മനസ്സിലായോ? അപ്പൊ വിട്ടേരാ. ഇനി അവനും ഇപ്പൊ പോവായിരിക്കും ബ്രോ. നമ്മള് ഗെയിം കളിക്കുവാണേ. ടേക്കൻ ലാഡർ ഇല്ല ബ്രോ.